ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായ കാര്യങ്ങളും ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതിയും ടെന്നീസ് കോർട്ടിനകത്ത് വെച്ച് നടന്ന പ്രതിജ്ഞയും മറ്റും പറയുകയുണ്ടായി. സംഭവങ്ങൾ ഇങ്ങനെയാണ്, അതിന്റെ ഒരു ടൈം ലൈൻ ഇങ്ങനെയാണ്. ജൂലൈ 14, 1789, 1789 ജൂലൈ 14 വളരെ പ്രസിദ്ധമായ, പിന്നീട് ചരിത്രത്തിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നാണ്. പാരീസിൽ വളരെ പ്രസിദ്ധമോ കുപ്രസിദ്ധവുമായ ഒരു ജയിലുണ്ടായിരുന്നു. ആ ജയിലിന്റെ പേര് ബാസ്റ്റീൽ എന്നാണ്. Revolutionaries stormed with the slogan Liberty, Equality and Fraternity. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങളോടെ വിപ്ലവകാരികള് ഈ ജയിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. They demolished the Bastille prison, the symbol of Bourbon monarchy. Jails are not prestigious things. അഭിമാനകരമായ കാര്യങ്ങളല്ല ജയിലുകൾ. എന്നാൽ ഒരു നിയമവാഴ്ചയുള്ള രാജ്യങ്ങളിൽ ജയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. സമൂഹത്തിന്റെ നിയമങ്ങൾ, പൊതുവായ നിയമങ്ങളെ അംഗീകരിക്കാത്ത ആളുകളെ, അവരെയാണ് നമ്മൾ ക്രിമിനൽസ് എന്ന് പറയുക. അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി, അതുപോലെ അവരെ ഒരു റിഡംഷന് വിധേയമാക്കി, നല്ലവരാക്കി, സമൂഹത്തിന് യോജിക്കുന്നവരാക്കി കൊണ്ടുവരികയാണ് ആധുനിക കാലയളവിലുള്ള എല്ലാ ജയിലുകളുടെയും ഉദ്ദേശം. പക്ഷെ ഈ ബാസ്റ്റീൽ ജയിൽ അങ്ങനെയുള്ളതായിരുന്നില്ല. രാജാവിനെതിരെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്തുന്നതിലേക്ക് വേണ്ടി ദ കിങ് ഹിംസെൽഫ് or the rulers of France wanted to suppress the voices against them. So they created a massive jail in Paris. ആ പാരീസിനകത്ത് ഈ വിപ്ലവം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ തകർക്കാൻ ഈ ആളുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതിനകത്ത് 4 തടവുകാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നത്. But the revolutionaries approached the notorious jail and they demolished the prison. The symbol of Bourbon monarchy. അതൊരു പ്രതീകമായിരുന്നു. ഇപ്പോ നമ്മളൊരു സ്മരണ പോലെ ഉപയോഗിക്കുന്ന ഒരു ജയിലുണ്ട്. ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി എന്ന് പറയുന്ന ജയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അല്ലെങ്കിൽ കൊടും ക്രൂരത ചെയ്യുന്ന കുറ്റവാളികളെയും പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയിൻ ഭൂഖണ്ഡത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മാറ്റി ആൻഡമാൻ നിക്കോബാറിനകത്ത് താമസിപ്പിച്ചിരുന്നു. കൊടിയ പീഡനങ്ങൾക്കിരയായ നിരവധി ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതൊരു ചരിത്ര സ്മാരകമാണ്. ഈ കാലാപാനിയുടെ മറ്റൊരു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രഞ്ച് വെർഷനാണ് ബാസ്റ്റീൽ ജയിൽ. ചാൾസ് ഡിക്കൻസിന്റെ പ്രസിദ്ധമായ നോവൽ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറയുന്ന നോവൽ തുടങ്ങുന്നൊരു യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ ജയിലിൽ ലൂസി മാനിറ്റ് എന്ന് പറയുന്ന പെൺകുട്ടി ഒരാളിനെ, ഒരു തടവുകാരൻ, എത്രയോ വർഷമായിട്ട്, 20 വർഷമായിട്ട് ജയിലിൽ പെട്ടുപോയ ഒരാളിനെ കാണാൻ പോകുന്നതോടുകൂടിയാണ് ആ നോവൽ തുടങ്ങുന്നത്. അത്ര പ്രാധാന്യമുള്ളതായിരുന്നു ആ ജയിൽ. ഇതിന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കൊടിയേറ്റമായിരുന്നു, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് the commencement of French Revolution was the demolition of Bastille prison. You have to remember the year 1789, July 14. ഏകാധിപത്യത്തിന്റെ നെടും തൂണായിട്ട്, അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ വളരെ കറുത്ത ഒരു ഏടായിട്ടുണ്ടായിരുന്ന ആ ജയിൽ വിപ്ലവകാരികൾ തകർത്തതിനു ശേഷം ചരിത്രത്തിൽ പറയുന്നത് അതിനകത്ത് 4 ഗവർണർമാരുണ്ടായിരുന്നു. ആ 4 ഗവർണർമാരെയും, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ, ഇന്ന് ഒരാളാണ് അവരെ കയ്യിൽ കെട്ടുന്നത്, അയാളെ തല്ലിക്കൊന്ന്, അടിച്ചു കൊന്ന്, തല വെട്ടിയെടുത്ത് ഒരു സ്പൈക്കിൽ, ഒരു കുന്തത്തിൽ അയാളുടെ തല കോർത്തെടുത്ത് നഗരപ്രദക്ഷിണം നടത്തിയെന്നാണ്. അതാണ് ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? They are sleeping always. They are very passive. But the government or the rulers are not ready to see their agonies, their sorrows,
the people will take laws in their hands. ആണ് സംഭവിച്ചത്. ആ ജയിൽ ഇടിച്ചു തകർത്തു. അതിന്റെ ഇഷ്ടികകൾ സുവനീറായിട്ട് ആളുകൾ പറക്കൊണ്ടുപോയി. This event, the demolition of Bastille prison, is considered as the commencement, that is beginning of the French Revolution. Then in August 12th, the same year, the National Assembly passed the Declaration of the Rights of Man and of the Citizen. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാഷണൽ അസംബ്ലി അവിടെ അവർ പാസ്സാക്കി ജനങ്ങളുടെ അധികാരം. ആഗസ്റ്റ് കഴിയുന്നു, സെപ്റ്റംബറിലെ വലിയ സംഭവങ്ങൾ നടക്കുന്നില്ല. October 1789, thousands of women marched from Paris to the Palace of Versailles. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വെർസൈൽസ് കൊട്ടാരത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ മാർച്ച് ചെയ്യുന്നു, പട്ടണിക്കാരാണ്. With the slogan give us bread. ഈ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ, അതായത് ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പം എന്നുള്ള അർത്ഥത്തിനാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന മുദ്രാവാക്യവുമായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ, കുട്ടികളൊക്കെ ഉണ്ട്, അവരുമായിട്ട് ഈ വെർസൈൽസ് കൊട്ടാരത്തിലേക്ക് പോകുന്നു. അത് കേട്ടിട്ടാണ് ലൂയി 16 ഭാര്യ മാരി ആന്റോണിറ്റി, അതൊരു എടുത്തുചാട്ടക്കാരിയായിട്ടുള്ള സുന്ദരി പെണ്ണാണ്, ഒരുപാട് നെക്ലസുകളോടും ഒരുപാട് ആഭരണങ്ങളോടും ഒക്കെ താല്പര്യമുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് ദാരിദ്ര്യം എന്താണെന്നോ പട്ടിണി എന്താണെന്നോ അറിയില്ലായിരുന്നു. അവര് അടുത്തു നിന്ന കൂട്ടുകാരിയോട് ചോദിച്ചു, എന്താ അവര് ആവശ്യപ്പെടുന്നത്? അവർക്ക് ബ്രെഡ് വേണമെന്നാണ് പറയുന്നത്. അപ്പോ രാജകുമാരി അല്ലെങ്കിൽ ആ രാജപത്നി ദേഷ്യത്തോടെയല്ല, അവരുടെ അറിവില്ലായ്മയാണ്. അവർ വിളിച്ചു പറയുന്നത്, എന്തുകൊണ്ട് അവർക്ക് കേക്ക് കൊടുത്തുകൂടാ എന്നാണ് ചോദിച്ചത്. വർഷം അത് കഴിഞ്ഞ് 89 കഴിഞ്ഞു. 1792 സെപ്റ്റംബർ, the National Convention formed as per the new constitution proclaimed France was a republic. 1792 സെപ്റ്റംബറിൽ ജനകീയമായ അസംബ്ലി ഫ്രാൻസിനെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഈ വിപ്ലവങ്ങൾ വായിക്കാൻ ആവേശമാണ്. വിപ്ലവാനന്തരം എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് റഷ്യൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ അത് പറയാം. ജനങ്ങള് അത് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ ആളുകളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ തുടർന്ന് 1793 ജൂലൈ ആകുമ്പോൾ തന്നെ ഫ്രാൻസിനകത്ത് നടന്ന അവസ്ഥയെ പറയുന്ന പേര് റെയിൻ ഓഫ് ടെറർ എന്നാണ്, ഭീകരഭരണം. A committee of public safety was constituted to control the internal affairs of France. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ പഠിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിലേക്കും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നമുക്കറിയാമല്ലോ, കമ്മിറ്റികൾ ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മുടെ സ്ഥലത്തുള്ള ക്ലബ്ബുകൾ, രാഷ്ട്രീയക്കാരൊക്കെ കമ്മിറ്റിക്ക് പോകുന്നുണ്ട്. അതുപോലൊരു കമ്മിറ്റി, ജനങ്ങളുടെ കമ്മിറ്റി. റോബേസ്പിയർ led the committee in which leaders like Mirabeau, Danton, etc. were members. ഈ സമരത്തിനകത്ത് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ അകത്ത് മിറബ്യൂവിനെ പോലുള്ള, ഡാന്റനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിപ്ലവകാരികളൊക്കെ അംഗങ്ങളായിരുന്നു. യൂസിങ് ജില്ലറ്റിൻ എന്നും പറയാറുണ്ട്. ഒരു ഡോക്ടറാണ് ഇത് കണ്ടെത്തിയത്. അതിന്റെ പടം നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ഉയർത്തപ്പെട്ട ഒരു ബ്ലൈഡ്, താഴെയായിട്ട് ആ മനുഷ്യന്റെ ശിരസ് വെക്കാൻ പറ്റും, തല വെക്കാൻ പറ്റും. കഴുത്തിന് നേരെ ആ വാള് വളരെ ഭാരം കൂടിയ ആ വാള് വന്നു വീഴും. അപ്പോ ആ തലയറ്റ് അടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൂടയിൽ, ഒരു ബാസ്ക്കറ്റിനകത്ത് വീഴും, ഉടലിപ്പുറത്ത് മറിയും. ഇതിനുപയോഗിച്ചിട്ട് ഇത് കണ്ടെത്തിയ ഒരു ഡോക്ടറാണ്. അയാളുടെ പേരാണ് ജില്ലറ്റിൻ. ആ പേരിൽ തന്നെ ആ ഉപകരണം അറിയപ്പെട്ടു. യൂസിങ് ജില്ലറ്റിൻ they did mass execution of suspected enemies of the revolution. വിപ്ലവത്തിന്റെ എതിരാളികളെന്ന് തോന്നിയ ആയിരക്കണക്കിന് ആളുകളെ തലയറുത്ത് മാറ്റി. A lot of nobles and clergy, including Louis XVI and his wife Marie Antoinette, were killed. ഈ വിപ്ലവകാരികൾ നിരവധി ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്ന് മാത്രമല്ല, അവർക്ക് വിപ്ലവത്തിൽ പ്രതിവിപ്ലവകാരികൾ അല്ലെങ്കിൽ വിപ്ലവത്തിന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിയ ആളുകളെ കംപ്ലീറ്റ് വേട്ടയാടുകയും അവരെ കൊണ്ടുവന്ന് ജില്ലറ്റിന് വിധേയമാക്കുകയും ചെയ്തു. ആരുടെ എല്ലാം തലപോയി? ഒരുപാട് പുരോഹിതന്മാരെ കൊന്നു, ഒരുപാട് പ്രഭുക്കന്മാരെ കൊന്നു, അവരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തു. ഈ വാർത്ത കാട്ടുതീ പോലെ പടരുന്നു. ഫ്രാൻസിൽ നിന്ന്
ഈ ഒരു കൈ കിട്ടിയ സാധനങ്ങളുമായി രക്ഷപ്പെട്ട നിരവധി പ്രഭുക്കന്മാരുണ്ട്, ക്ലർജിമാരുണ്ട്. ബ്രിട്ടനിലേക്കും യൂറോപ്പിന്റെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തു, ഭയന്നിട്ട്, ജീവനെ ഭയന്നിട്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് അതുവരെ രാജാവിനെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, രാജാവ് ദൈവത്തിനോട് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്ന രാജാവിന്റെ പിന്മുറക്കാരൻ, ലൂയി 14 പിന്മുറക്കാരനായിട്ടുള്ള ലൂയി 16 ജനങ്ങൾ വിചാരണ ചെയ്തു, ജില്ലനം ചെയ്തു, മീൻസ് തലയറുത്തു മാറ്റി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യുവതി വളരെ കൗതുകത്തോടെ പറഞ്ഞില്ലേ, ബ്രെഡ് ചോദിച്ചവർക്ക് കേക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചല്ലോ. ആ യുവതിക്ക് സംഭവിച്ചത് മറ്റൊന്നുമല്ല, അവരെയും ഈ ഗില്ലറ്റിന് വിധേയമാക്കി. വളരെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരൻ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു സമയത്ത് പറയുന്നുണ്ട്, അക്ഷോഭ്യനായി ജില്ലറ്റിന്റെ, അതായത് ഈ തലയിറക്കുന്ന സ്ഥലത്തേക്ക് ഈ രാജാവിനെ കൊണ്ടുവന്നു. ജനങ്ങള്, അതായത് അവര് നേരത്തെ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവമാണെന്നാണ്. ആ ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ആളിനെ ഇതാ തലയിറത്ത് മാറ്റാൻ കൊണ്ടുവരുന്നു. അക്ഷോഭ്യനായി യാതൊരുവിധ ഭയവും ഇല്ലാതെ ചുറ്റും നിന്ന ജനങ്ങളെ അതേ നോക്കി. ആ കാലയളവിന്റെ അല്ലെങ്കിൽ തുടർച്ചയായി വന്ന രാജവാഴ്ചയുടെ പിന്മുറക്കാരനായിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഫ്രാൻസ് സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാവുകയും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും സാധാരണക്കാരുമെല്ലാം ഈ രാജകുമാരനെതിരെ തിരിയുകയും ചെയ്തൊരു കാലയളവ്. കാലം മാപ്പ് തരില്ല എന്നങ്ങനെയാണ് അയാൾ പറഞ്ഞതെന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. ബുള്ളറ്റിന് വിധേയമാകുന്നു. ലാസ്റ്റ് റോബസ്പിയർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ്. ഇതിനകത്ത് തീവ്ര വിപ്ലവകാരിയായിരുന്ന ആളായിരുന്നു റോബസ്പിയർ. റോബസ്പിയർ ആദ്യം വിപ്ലവത്തിനെതിരെ സംസാരിച്ച ആളുകളെ എല്ലാം കൊല്ലുകയായിരുന്നു. ഇയാള് ഈ കൊലപാതക പരമ്പര തുടരുമ്പോൾ ഇത് കണ്ട ഭയന്ന ഇയാളുടെ കൂട്ടുകാർ ഇയാളെ വിചാരണ ചെയ്ത് അയാളെ കൊന്നു. അല്ലാസ്റ്റ് റോബസ്പിയർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ്. ദ റെയിൻ ലാസ്റ്റഡ് അണ്ടിൽ ജൂലൈ 1794. 1793 മുതൽ 1794 വരെ, അതായത് ജൂലൈയിൽ തുടങ്ങി 94 ജൂലൈ വരെ ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിന്നു ഈ ഭരണം. അതായത് ഇതാണ് വിപ്ലവം. വിപ്ലവകാരികൾക്ക് കൃത്യമായ ഒരു പദ്ധതി, ഭരണ പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിൽ ജയിക്കുന്ന വിപ്ലവങ്ങളെല്ലാം തന്നെ അപകടകരമായി മാറും. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട ഈ വിപ്ലവകാരികൾ വിപ്ലവാനന്തരം ചെയ്തത് ഭീകരഭരണമായിരുന്നു. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. കോടതി വന്നില്ല. കുറേയധികം വിപ്ലവകാരികളുടെ ഒരു കോടതിയാണ് വന്നത്. അവര് കൈ കിട്ടിയവരെല്ലാവരെയും കൊന്നു. ഈ സംഭവത്തിനെ വിളിക്കുന്ന പേരാണ് ആൻഡ് ഈസ് നോൺ ആസ് ദ റെയിൻ ഓഫ് ടെറർ, ഭീകരഭരണം. ആ സമയത്ത് ചരിത്രകാരന്മാർ പറഞ്ഞത് ഫ്രാൻസ് സ്വന്തം മക്കളെ കൊന്നു തിന്നുന്ന അമ്മയായി മാറി എന്നാണ് പറഞ്ഞത്. ഇത് ചരിത്ര പുസ്തകമാണ്, ചരിത്രത്തിലുള്ള നടന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ജനങ്ങൾ ചെയ്യുന്നത്. ഭരണാധികാരികൾ, ഏകാധിപതികളും ജനങ്ങൾക്ക് ജനവിരുദ്ധമായിട്ടുള്ള നടപടികളും ചെയ്താൽ തീർച്ചയായിട്ടും ഭരണാധികാരിയെ ജനങ്ങൾ വേട്ടയാടും, കൊല്ലും. ഇതിനകത്ത് ഭരണാധികാരി അതിനു മുമ്പ് ഒരുപാട് ആളുകളെ കൊല്ലും. പക്ഷെ അയാളെയും കാത്തിരിക്കുന്ന വിധി ഇത് തന്നെയാണ്. ചരിത്രത്തിലെ ഏകാധിപതികൾക്കെല്ലാം ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ ഇത് രക്ഷപ്പെട്ടുള്ളൂ. ഹിറ്റ്ലറൊക്കെ അവസാനം സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചാണ് ആത്മഹത്യ ചെയ്തത്. മുസോളിനി നാട്ടുകാർ പിടിച്ച് തല്ലിക്കൊന്നു. അപ്പൊ മുസ്ലോവിച്ചുണ്ട്. മുസ്ലോവിച്ച് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ഭീകര ഭരണാധികാരി, അർമീനിയയുടെ അതോ അസർബൈജാനോ ഏതോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പക്ഷെ അയാളെ യുദ്ധത്തിളവുകാരനായിട്ട് പിടിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ കൈ കിട്ടിയാൽ വിചാരണയല്ല, വെറുതെ ചോദ്യം ചോദിച്ച് നീ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, പച്ചയ്ക്ക് കൊല്ലും. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ. ഈ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് പറയുന്ന മെറ്ററിഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ ഭരണതന്ത്രജ്ഞനുണ്ടായിരുന്നു. അയാളുടെ ഒരു വാചകമുണ്ട്, വെൻ ഫ്രാൻസ് sneezes the rest of Europe catches cold. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് പനി പിടിക്കും. അതായത് ഫ്രാൻസിൽ നടക്കുന്ന സംഭവങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അതിനാണ് അങ്ങനെ പറഞ്ഞത്. This is a remark made by Metternich. What is the remark? When France sneezes, the rest of Europe catches cold. That is a remark.
Metternich, the Austrian chancellor, on the impact of the French Revolution. Here, the text itself gives you a chart. The impact of French Revolution. ഫ്രഞ്ച് റവല്യൂഷന് ഇന്ത്യയെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ? 1789 ഈ വർഷം. നോക്കൂ, നിങ്ങൾ ആ കാലയളവില് അല്ലെങ്കിൽ 1789 വർഷങ്ങളിൽ 1794 അല്ലെങ്കിൽ 1789 തുടങ്ങി 1794 വരുന്ന ഈ കാലയളവില് ബ്രിട്ടീഷുകാരുടെ കൊടികുത്തി വാഴാൻ തുടങ്ങുകയാണ്. ഈ വിപ്ലവം ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? വളരെ കൗതുകകരമായ കാര്യമാണ്. ഉണ്ട്. ഇന്ത്യയുടെ ധീരദേശാഭിമാനിയായ ഒരു പോരാളിയായിരുന്നു ടിപ്പു സുൽത്താൻ. പക്ഷെ അദ്ദേഹത്തിന്റെ തകരാറ്, അദ്ദേഹത്തിന്റെ ഒരു കുറവെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സമരമായി പോയി. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായില്ല. The French Revolution influenced Tipu Sultan, the ruler of Mysore. He treated the alliance with the French as a strategy to fight against the British rule in India. ഇന്ത്യയിലെ അധികാരം, ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ഇന്നത്തെ പാകിസ്ഥാനല്ല, അഫ്ഗാനിസ്ഥാൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ, ചൈന ഉൾപ്പെടെ വരും. ഈ പ്രദേശങ്ങളിലേക്ക് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം മൊത്തം കവരുന്ന ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം, സമത്വവും സാഹോദര്യവും എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഫ്രഞ്ച് ഗവൺമെന്റിന്റെ സഹായം ടിപ്പു സുൽത്താൻ തേടുന്നുണ്ട്. He adopted the name of citizen Tipu. നോക്കൂ, അന്ന് ഈ ഫ്രാൻസിലെ ജനങ്ങൾ സ്വയം വിളിച്ച പേരാണ് സിറ്റിസൺ. പെണ്ണുങ്ങളെ സിറ്റിയോൺ എന്നാണ് വിളിച്ചിരുന്നത്. പൗരൻ, പൗരി, അല്ലെങ്കിൽ എന്താണ് പുരന്തറി എന്നൊക്കെ പറയുക. അത് നമുക്ക് ഇത് പറഞ്ഞ സിറ്റിസൺ. അതിന്റെ ആ വിപ്ലവത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ടിപ്പു സുൽത്താൻ സ്വയം വിളിച്ചത്, ഒരു രാജാവായിട്ട് കൂടി അദ്ദേഹം സ്വയം വിളിച്ചത് സിറ്റിസൺ ടിപ്പു എന്നാണ്. മറന്നുപോരുത്. And planted the tree of liberty at Srinagarpattanam, his capital. തന്റെ തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ഒരു മരം വെച്ചുപിടിപ്പിച്ചു. ഈ ടിപ്പു സുൽത്താനെ നമ്മള് തിരുവിതാംകൂറുകാര് ഒക്കെ അറിയോ? വളരെ നിങ്ങള് പട്ടിക്ക് ടിപ്പു എന്ന് പേരിടാറുണ്ട്, കൈസർ എന്ന് പേരിടാറുണ്ട്, കേട്ടിട്ടുണ്ടോ? കൈസർ ടിപ്പു. ഇപ്പൊ അങ്ങനെയൊന്നും പേരിടാറില്ല, പണ്ട് അങ്ങനെ ഇടുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പൊതു ശത്രുവായിരുന്നു ടിപ്പു. ആ ബ്രിട്ടീഷുകാര് ടിപ്പുവിനെ അപമാനിക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പട്ടിക്കിട്ട പേരാണ്, അല്ലെങ്കിൽ അവരുടെ പട്ടിക്കിട്ട പേരാണ് ടിപ്പു. അവർ സാധാരണ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ പട്ടി വിളിച്ചിരുന്ന പേരാണ് ടിപ്പു. ആ പേരാണ് ഈ തരത്തിൽ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ വിളിക്കാൻ നമ്മൾ മലയാളികൾ പോലും ഇന്നും ഉപയോഗിക്കുന്നത്. ഇതൊരു രാജ്യസ്നേഹമുള്ള ഒരാളിന് ചേർന്ന കാര്യം അല്ല. ടിപ്പു ഇതായിരുന്നു. ടിപ്പു ഈ വിപ്ലവത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളായിരുന്നു. ഇതൊന്നും ആരും പറയുന്നില്ല. ഇന്ന് ടിപ്പു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞുള്ള അധിക്ഷേപങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ല. ടിപ്പുവിനെ കുറിച്ച് ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ രജനീകാന്തിനെ പോലുള്ള ആളുകൾ അതിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് വിലക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടിപ്പു അതായിരുന്നില്ല. അതായത് ടിപ്പു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിറ്റിസൺ ടിപ്പു എന്ന് പറയണമെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം ആ മനുഷ്യന് എത്രമാത്രം ഉണ്ടായിരുന്നു. മാത്രമല്ല, ലിബർട്ടിക്ക്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ തലസ്ഥാന നഗരിയിൽ ഒരു മരം നടുക. And planted the tree of liberty at Srinagarpattanam, his capital. He also took the membership in the French club Jacobin. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ അതിന്റെ ആലോചനകളും അതിന്റെ യോഗങ്ങളും നടത്തിയിരുന്നത് ജാക്കബൈറ്റ് ചർച്ചുകളിലായിരുന്നു, പള്ളികളിലായിരുന്നു. അതുകൊണ്ട് ഈ വിപ്ലവകാരികളെ, അതായത് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന, രാജഭരണത്തിനെ എതിർത്തിരുന്ന എല്ലാ ആളുകളെയും അന്ന് വിളിച്ചിരുന്ന പേരാണ് ജാക്കബൈറ്റുകൾ. ഈ ജാക്കബിൻ ക്ലബിൽ ടിപ്പുവിന് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, 28 മന്ത്രിമാരായിരുന്നു ടിപ്പുവിനുണ്ടായിരുന്നത്. അതില് കൂടുതലും ബ്രാഹ്മണന്മാരായിരുന്നു. മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു. അതിലൊരു ബ്രാഹ്മണ മുഖ്യരാണ് രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ ടിപ്പുവിന്റെ കോട്ടവാതിൽ തുറന്നു കൊടുക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് പ്രവേശിക്കാൻ. ഒറ്റുകാരനായിരുന്നു.
ഇങ്ങനെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയിൽ വ്യക്തിപരമായി നടന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആയിക്കോട്ടെ, വേലുത്തമ്പി ദളവ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പഴശ്ശിരാജ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒറ്റപ്പെട്ട സമരങ്ങളുണ്ട്. അതിനെ കുറച്ച് കാണാൻ പാടില്ല. അത് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. വിശാലമായ ഇന്ത്യയിൽ ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവരെ എല്ലാം വീഴ്ത്തിയത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതാണ് ചെയ്തത്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നീട് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചതിയന്മാരെല്ലാവരും എന്തായി മാറുകയാണ് ചെയ്യുന്നത്? ലോഡ്സ് ആയി മാറും, ജന്മികളായി മാറും, ഇവരുടെ വേണ്ടപ്പെട്ടവരായി മാറും. കാര്യം ഒഴിവായിട്ട് ഇഷ്ടം പോലെ ഭൂമി അവർക്ക് കൊടുക്കും. പിന്നീട് അതിൽ നിന്ന് പിരിക്കുന്ന ആ കരം ഇവർ കൊടുക്കേണ്ടി വരും. ബ്രിട്ടീഷുകാർ അത് ആദ്യം സൗജന്യമായിട്ട് കൊടുക്കുകയും പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് ഓടിച്ചിട്ട് നികുതി പിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ പിന്നീട് അവർ സമരം ചെയ്തിട്ടുണ്ട്. ഇതാണ് ടിപ്പുവും. അപ്പൊ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ. ഈ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, stimulated all the later revolutions. Stimulated all the later revolutions in the world. ലോകത്തിലുള്ള ലോകത്തുണ്ടായ മറ്റു വിപ്ലവങ്ങളെ എല്ലാം സ്വാധീനിക്കാൻ ഇതിന് കഴിഞ്ഞു. പിന്നീട് വന്ന വിപ്ലവങ്ങളെ ended the feudal system in Europe. യൂറോപ്പിലെ അതായത് ജന്മിമാർക്കും പ്രഭുക്കന്മാർക്കും മനസ്സിലായ ഒരു കാര്യം, ചൂഷണം ഇങ്ങനെ തുടർന്നു വന്നാൽ ജനങ്ങൾ ഒരു കാലത്ത് തങ്ങളെ കൊന്നുകളയും എന്നുള്ള ഭയം അവർക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന, ജന്മിത്വം എന്ന് പറയുന്ന, ആളുകളെ ചൂഷണം ചെയ്യുന്ന, അധ്വാനിക്കാതെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം എന്നേക്കുമായിട്ട് യൂറോപ്പിൽ ഇല്ലാതാകാനും കാരണമായത് ഫ്രഞ്ച് റവല്യൂഷനാണ്. പിന്നീട് വരുന്ന ഭരണാധികാരിയുണ്ട് നെപ്പോളിയൻ ഇതിന്റെ പുറകെ പോകുന്നുണ്ട്. ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ഇനി വളരെ പ്രശസ്തമായ ഒരു വാചകമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇക്വാളിറ്റി ആൻഡ് ലിബർട്ടി. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ലിബർട്ടി. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ലിബർട്ടി സ്വാതന്ത്ര്യം, ഇനി ഒന്നുകൂടെ ഉണ്ടോ ഫെറ്റർണിറ്റി, സാഹോദര്യം. ഇത് കേരളത്തില് ശ്രീനാരായണ ഗുരുവൊക്കെ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നെഴുതുന്നില്ലേ? അതിലൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അലേടികളുണ്ട്. ഗുരുവിന്റെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായിരുന്നു അയ്യപ്പൻ. അതേ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, അതിന്റെ പേര് സഹോദര പ്രസ്ഥാനമാണ്. സ്വയം അദ്ദേഹം വിളിച്ചിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. നിങ്ങൾ അറിയാതെ കൗതുകപൂർവം ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സഹോ, ബ്രോ. ഈ ബ്രദറാണ്. ഇതിന്റെ വേര് കിടക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. നിങ്ങൾ സഹോ എന്നൊരാളിനെ വിളിക്കുമ്പോ, ബ്രദർ എന്ന് വിളിക്കുമ്പോ, ബ്രോ എന്ന് വിളിക്കുമ്പോ അവിടെ ജാതി മത വർഗ ഭേദങ്ങൾ ഇല്ലാതാവുകയാണ്. This idea came from French Revolution. That is fraternity. When you are the men of fraternity, you automatically tend to be liberals. Fraternity വരുമ്പോൾ ലിബർട്ടി വന്നു കഴിഞ്ഞു, ഒപ്പം ഇക്വാലിറ്റി അല്ലേ? നിങ്ങൾ ഒരാളിനെ സഹോദര എന്ന് വിളിക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ എന്തെങ്കിലും ഒരു വിഷയമാണ്, നിറം ഒരു വിഷയമാണ്. It's a great idea derived from French Revolution. Liberty, fraternity, equality. Helped the growth of middle class. മധ്യവർത്തി സമൂഹം വളർന്നു വരുന്നു, ഇടത്തരക്കാര്. അതിന്റെ ഭാവമാണ് നമ്മളൊക്കെ. Led to the emergence of nationalism. ദേശീയത, എന്റെ രാജ്യം എന്ന് പറയുന്ന ബോധം വരുന്നു. Contributed the people's sovereignty. ജനങ്ങളുടെ പരമാധികാരം. ഇതെല്ലാം ഈ വിപ്ലവത്തിന്റെ റിസൾട്ടാണ്. Proclaimed that nation is not merely a region but the people. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്ഥലമല്ല, അവിടെയുള്ള ജനങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. Apart from the declaration of the rights of man and of the citizen passed by the French National Assembly is given below.
ഡിസ്കസ് ഹൗ ഫാർ. അതിനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. അതിനകത്ത് ആ ഡിക്ലറേഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, അവൻ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള അവകാശമാണ്. The aim of all political association is the preservation of the natural and inseparable അത് വാക്ക് കാണാൻ വയ്യ, ഒരു ടേമുണ്ട്. Inscriptible rights of man. These rights are liberty, property, security and resistance to oppression. എന്തെല്ലാമാണ് ഇതെന്ന് പറയുന്നത്? അൺപ്രിസ്ക്രിപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അത് എടുത്തു കളയാൻ കഴിയാത്ത അധികാരമാണ്. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ഇത് നോക്കൂ. ലിബർട്ടി, ഒന്ന് സ്വാതന്ത്ര്യം, മറ്റത് പ്രോപ്പർട്ടി, സ്വത്തവകാശം. ഈ രാജ്യം നമ്മുടെ, ഈ പ്രദേശം, ഭൂമി നമ്മുടേതും കൂടെയാണ്. ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതത്വം വേണം. ആൻഡ് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ, അടിച്ചമർത്തലുണ്ടായാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതിഷേധിക്കാം. ഇത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സമരങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നില്ല, യവന്മാർക്ക് എന്താ ഭ്രാന്താണ്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ. ഈ സമരം ചെയ്യാനുള്ള അവകാശം വിപ്ലവത്തിലൂടെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്തതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് തരുന്ന വെള്ളം, കുടിക്കാൻ തരുന്ന വെള്ളം കൊള്ളുകാരൻ തരുന്നില്ല. ആ വാട്ടർ ടാങ്ക് വൃത്തിയില്ലാത്തതാണ്. നിങ്ങൾ അതോറിറ്റിയുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞു നോക്കി തരുന്നില്ല. നിങ്ങൾക്ക് സമരം ചെയ്യാം. സമരം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? സമാധാനപൂർണമായ സമരമായിരിക്കണം. നമ്മുടെ ലിബർട്ടികളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഒപ്രഷൻ. അടിച്ചമർത്തലിനെതിരെ നമുക്ക് സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാം. അടിച്ചമർത്തൽ എവിടെ ഉണ്ടായത്? ജനാധിപത്യ രാജ്യങ്ങളിൽ അത് ഭരണഘടനാപരമാണ്, സമരം ചെയ്യാനുള്ള അവകാശം. പക്ഷേ സമരം ചെയ്യുമ്പോൾ പൊതുമുതലൊന്നും നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അത് ക്രൈമായി മാറും. The principle of all sovereignty resides essentially in the nation. രാഷ്ട്രത്തിനാണ് പരമാധികാരം. Liberty consists in the freedom to do everything which injures no one else. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, അപകടപ്പെടുത്താത്ത ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. അതാണ് സ്വാതന്ത്ര്യം. മറ്റൊരാളിന്റെ അവകാശങ്ങളെയോ അധികാരങ്ങളെയോ നശിപ്പിക്കാത്ത തരത്തിൽ, അയാളെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് മറ്റൊരാളിന് ഹാംഫുൾ ആകാൻ പാടില്ല എന്നേ ഉള്ളൂ. Law can only prohibit such actions as are hurtful to society. സമൂഹത്തിന് അപകടകരമാകുന്ന കാര്യങ്ങൾ മാത്രമേ നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയൂ. അല്ല ചുമ്മാ എന്തും നിരോധിക്കാനൊന്നും കഴിയില്ല. ഇതിനെ തുടർന്ന് വരുന്ന ഭരണാധികാരിയാണ് നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. വിപ്ലവവും അതിനുശേഷം വരുന്ന നെപ്പോളിയൻ. അത് ഇച്ചിരി ഉണ്ട്, നോക്കട്ടെ, ഒരു 5 മിനിറ്റ് അധികം എടുക്കും. 28 മിനിറ്റ് ആയി. The French who revolted for the noble aims had to survive under the autocratic rule of Napoleon Bonaparte for a short period. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ഈ ആളുകൾ പിന്നീട് പരസ്പരം കൊല്ലാൻ തുടങ്ങിയപ്പോ അവിടെ ഒരു സൈനിക മേധാവി വളർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നെപ്പോളിയൻ ബൊണപ്പാർട്ട്. Napoleon played a crucial role in defeating the European alliances which was formed under the leadership of Britain against France in the post-revolution period. ഈ വിപ്ലവം കഴിഞ്ഞിട്ടുള്ള കാലയളവില് ഈ ഫ്രാൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി ബ്രിട്ടൻ കുറെ രാജ്യങ്ങളുമായിട്ടൊക്കെ കൂട്ടുപിടിച്ചിരുന്നു. അവരെല്ലാം ഒന്നോടായിട്ട് ഒന്നൊന്നായിട്ട് തോൽപ്പിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞു. he seized the power in France in 1799. 1799 ഫ്രാൻസിന്റെ അധികാരം ഇയാൾ പിടിച്ചെടുത്തു. അതായത് ഒരു ഏകാധിപതിയെ ഓട്ടിച്ച് ജനങ്ങളെല്ലാം കൂടെ വിപ്ലവം നടത്തി വന്ന ആ ഫ്രാൻസ് തന്നെ വീണ്ടും ഒരു ഏകാധിപതിയുടെ കയ്യിലായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റാണ്. In 1799, though an autocrat, he instituted several reforms in France. Those reforms were stimulated by the ideas and aims of French Revolution. ഇയാള് ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും ഫ്രഞ്ച് റവല്യൂഷന്റെ ലെഗസി അയാൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ കുറെ ആശയങ്ങളാണ് ഇയാൾ നടപ്പിലാക്കിയത്. ഒന്ന്, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് വെയർ മേഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി. പുരോഹിതന്മാർ സ്റ്റേറ്റിന്റെ കീഴിലായി.
സ്റ്റേറ്റിനെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം സ്റ്റേറ്റിന്റെ കീഴിലായി. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കി വെച്ചു, പണം കരുതി വെച്ചു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. അതുകൊണ്ട് ഇതിന് ഫ്രാൻസിന് ഒരു കേന്ദ്ര ബാങ്ക് വരുന്നു, അതിന്റെ പേരാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. അത് സ്ഥാപിക്കുന്ന അതിന്റെ സ്ഥാപക പിതാവ് നെപ്പോളിയൻ തന്നെയാണ്. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഇത് എല്ലാ ചരിത്രത്തിലും പറയുന്നത്, എല്ലാ ചരിത്രത്തിലും വിജയിച്ച രാജാക്കന്മാരെ കുറിച്ച് പറയും. ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമാണ് ആ രാജ്യത്തിന്റെ മികച്ച റോഡുകൾ. നമ്മുടെ ഭരണം എത്ര നല്ലതാണെങ്കിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പഞ്ചറായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഭരണം ഒരർത്ഥത്തിലും കൊള്ളൂല എന്നാണ് അർത്ഥം. അതിനാണ് ഈ ഭരണകർത്താക്കളുടെ നേട്ടങ്ങൾ പറയുമ്പോൾ അവര് നല്ല റോഡുകൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. നമ്മൾ നല്ല റോഡുകൾ സ്ഥാപിച്ചു എന്ന് പഠിച്ചിട്ട് നമ്മളെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ റോഡ് പൊട്ടിപ്പൊളിച്ച് കിടക്കുകയാണെങ്കിൽ, റോഡ് ടാർ ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ വാട്ടർ വർക്സുകാർ പൊട്ടിപ്പൊളിച്ചിടുകയാണെങ്കിൽ ഭരണം നല്ലതല്ല, അതിന് തകരാറുണ്ട് എന്ന് തന്നെയാണ്. പൊട്ടിപ്പൊളിച്ചിട്ടാൽ ആ റിപ്പയർ കഴിഞ്ഞ് ആ പൊട്ടിപ്പൊളിച്ച ഭാഗം അവര് തന്നെ അത് എന്ത് ചെയ്തിരിക്കണം, അടച്ച് വൃത്തിയാക്കിയിരിക്കണം. അതിന് കഴിയുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, റോഡ് പൊട്ടിക്കാൻ അനുവദിക്കാവൂ. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. നിങ്ങൾ ഈ ചരിത്രത്തിനെ കളിയാക്കി, ഹിസ്റ്ററി കളിയാക്കി പറയാറുണ്ട് അശോകൻ റോഡ് നിർമ്മിച്ചു. അതെ, അശോകൻ റോഡ് നിർമ്മിച്ചു. അശോകൻ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നു. നല്ല റോഡുകൾ നിർമ്മിക്കുന്ന ആളുകളെ മനുഷ്യൻ ഓർമ്മിക്കും. നല്ല റോഡുകൾ ഒരു രാജ്യത്തിന്റെ ജീവനാഡിയാണ്. പലപ്പോഴും ഉത്സവങ്ങൾ, സമരങ്ങൾ, ബന്ധുകൾ, ഹർത്താലുകൾ ഇതെല്ലാം റോഡുകളെ വിലക്കിക്കൊണ്ടാണ്. ഒരു രാജ്യത്തിന്റെ ജീവനാഡിയാണ് റോഡ്. ഈ സമരം നടത്തുന്ന ഏതൊരാൾക്കും, അയാളുടെ വീട്ടിലെ ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ റോഡ് നല്ലതായിരിക്കണം. റോഡിനെ ചെറുക്കുന്ന തരത്തിലുള്ള ഒരു കലാപരിപാടികളും റോഡിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരു വികസിത സമൂഹം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട്. നിങ്ങളും റോഡിനകത്ത്, നിങ്ങൾ മോട്ടോർ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന, സൈക്കിളൊക്കെ ഉപയോഗിക്കുമ്പോൾ, റോഡ് ഉപയോഗിക്കുമ്പോൾ ഇത് മനസ്സിനകത്തുണ്ടായിരിക്കണം. പിന്നീട് prepared a new code of law by codifying the existing laws. നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നു. In France, nationalism strengthened during the reign of Napoleon. ദേശസ്നേഹം വളരെ ശക്തമായി മാറി. On by on he invaded the other European countries. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, അയൽവക്കത്തുള്ള രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു കീഴടക്കി. The European countries feared that the reform of Napoleon would spread all over Europe. നെപ്പോളിയൻ ഈ 5 പരിഷ്കാരങ്ങൾ നോക്കിയാൽ മതി, 6 പരിഷ്കാരങ്ങൾ. ഇത് യൂറോപ്പിലൊന്നും പല സ്ഥലങ്ങളിലും ഇല്ല. ഇത് വരുമെന്ന് ഒരു ഭയക്കാൻ തുടങ്ങി. They organized themselves under the leadership of England. It was the ideals of the ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ ഇവര് ഫ്രാൻസിനെതിരെ സംഘടിക്കുകയും വളരെ it was the ideas of the French Revolution and not Napoleon that they were afraid. അവർക്ക് പേടിയുണ്ടായിരുന്നു ഒരിക്കലും നെപ്പോളിയനല്ല. നെപ്പോളിയന്റെ ആശയങ്ങളല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളാണ്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും പുരോഹിതന്മാരുടെയും അധികാരം എന്നേക്കുമായിട്ട് നഷ്ടമാകാൻ കാരണമായതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇന്ന് 2020 എത്തുമ്പോൾ ഈ പള്ളിയോ പുരോഹിതന്മാരോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരോ യൂറോപ്പിൽ ആരുമല്ല. അവർക്കൊന്നും ചെയ്യാനും കഴിയില്ല. അത് കാലത്തിന്റെ ഇത് 1794 കാലയളവാണ്. ആ കാലയളവിൽ തന്നെ ഈ ആശയങ്ങളെ ഭയക്കുകയാണ്. It was the ideas of the French Revolution and not Napoleon that they were afraid. Napoleon was defeated by the European alliance in the Battle of Waterloo and lost power in 1815. 1815 വളരെ പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ വീണു. നെപ്പോളിയനെ പിടികൂടുകയും കൊല്ലുകയും ചെയ്തത് സെയിന്റ് ഹെലീന എന്നുള്ള ദ്വീപിലേക്ക് നാട് നടത്തി. എന്നിട്ട് തന്നെ ഇയാള് അടങ്ങാത്ത വലിയ ഇച്ഛാശക്തിയുടെ ആളായിരുന്നു നെപ്പോളിയൻ. അയാള് ഒരിക്കൽ കടല് നീന്തി കടന്നു എന്നാണ് പറയുന്നത്. ഫ്രാൻസിലേക്ക് വന്നു, വീണ്ടും അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി. പിന്നീട് ക്രോണിക് ഡയബറ്റീസോ അതുപോലുള്ള രോഗമോ ഒന്നാണ് ആള് ആ ദ്വീപിൽ കിടന്ന് മരിക്കുന്നതാണ് നെപ്പോളിയന്റെ കഥ. ഇത്രയാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഭംഗിയായിട്ടൊന്ന് വായിച്ചു നോക്കുക. നെപ്പോളിയന്റെ റിഫോമും ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, എൻഡ് ഓഫ് ദ ഫ്യൂഡലിസം, നാഷണലിസം, ഇതെല്ലാമാണ്. പോളിസീസ് ആൻഡ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ നേരത്തെ പറഞ്ഞു. കോഡിഫിക്കേഷൻ ഓഫ് ദ ഫ്രഞ്ച് ലോസ്, ഫാമേഴ്സ് വെർ മേഡ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്, സിങ്കിങ് ഫണ്ടിന്റെ ഫോർമേഷൻ,
എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, പുരോഹിതന്മാരെ നിലനിർത്തി നിർത്തി. ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലെഗസി ആയിട്ട് പറയാം. താങ്ക് യു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം എന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്റെ പേര് ദ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ എന്നാണ്. അടുത്ത ദിവസം പറയാം. ഈ ആഴ്ച കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ തീർക്കാം. ഇതിപ്പോ 35 മിനിറ്റ് ആയിപ്പോയി. ഓക്കെ.